ഇതിൽ വളരെ സന്തോഷകരമായ വാർത്തയാണ്. മലയൻ ദുരന്തത്തിലെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നു. അവർക്ക് 5 സെന്റ് വീതം ഭൂമി കൊടുത്ത് അത് കോടതിക്ക് പുറത്ത് പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം മലയൻ ദുരന്തത്തിൽ നമ്മുടെ പ്രതിനിധി ബിപിൻ സി വിജയൻ എത്തിയിട്ടുണ്ട്. ബിപിൻ, എന്തായാലും അവർക്കൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. കാര്യം എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ മലയൻ ദുരന്തത്തിൽ ഉണ്ടായത് കഴിഞ്ഞ നാളുകളിൽ. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ഈ കുടുംബങ്ങളെയൊക്കെ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വരുമോ? കാരണം സുപ്രീം കോടതിയുടെയൊക്കെ ഒരു ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നു. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അത് രമ്യമായി പരിഹരിക്കാൻ, അതായത് കോടതിക്ക് പുറത്ത് തന്നെ അത് രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 5 സെന്റ് സ്ഥലം ഈ ഒരു ഭൂമിയിൽ തന്നെ കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ കുടുംബങ്ങൾക്കെല്ലാം തന്നെ ഭൂമി കൊടുക്കും, അവിടേക്കുള്ള വഴി കൊടുക്കും. ഒപ്പം തന്നെ അവരുടെ ഇപ്പോഴുള്ള ഈ ഭൂമിയിൽ അവിടെയുള്ള മരങ്ങൾ വെട്ടാനുള്ള അനുമതിയും അവർക്ക് നൽകിയിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ ഈ വീട്, പുതുതായി കെട്ടുന്ന വീട് സർക്കാരാണ് വെച്ചു കൊടുക്കുക. ആ വീട് വെച്ചു കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും 1 വർഷത്തിനുള്ളിൽ ആ പണികൾ തീർക്കണം. ഒപ്പം തന്നെ മൂവാറ്റുപുഴ RDOയ്ക്ക് അതിന്റെ പിന്നീടുള്ള സുഗമമായ നടത്തിപ്പ് പരിശോധിക്കുന്നതിന് വേണ്ടി DYSP മൂവാറ്റുപുഴ എന്നിവർക്കാണ് അതിന്റെ ചുമതല ഇന്നലെ നൽകുകയും ചെയ്തിരിക്കുന്നത്. മന്ത്രി റോജി M. ജോണിന്റെയും ഒപ്പം തന്നെ MLA VP സജിന്റെയൊക്കെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ചർച്ച നടന്നത്. ഇപ്പോൾ ഈ മലയിടം തുരുത്തിലുള്ള ആളുകൾ തന്നെ ചേരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു ആശ്വാസമല്ലേ? ആശ്വാസമാണ്. പറഞ്ഞൊരു 3 വർഷത്തിന് മുന്നേ വിധി വന്നിട്ട് ഇങ്ങനൊരു സമരസമിതിക്ക് കൂടെ നിന്നുകൊണ്ടാണ് ഇത്ര നാളും മുന്നോട്ട് പോയത്. ഇപ്പം വന്ന് പറയുന്ന മറ്റുള്ള ആൾക്കാരും ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മുന്നേ പരിഹരിച്ചു കൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടിയാൽ നല്ല. നമ്മളിതിൽ ഇതല്ല പറഞ്ഞു, നമ്മൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും നടപടി ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൽ തന്നെ സർക്കാർ പറഞ്ഞത്. മന്ത്രി തന്നെ പറഞ്ഞിരുന്നല്ലോ 2 കൂട്ടരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം, ഒരു മുന്നോട്ടുള്ള ഒരു പോക്കിന് എന്നുള്ളത് അല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മളും വിട്ടുപോയി. കാരണം ഇത്ര വർഷമായിട്ട് താമസിക്കണമെന്നൊക്കെ പറഞ്ഞതും അങ്ങനെ മന്ത്രിയും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ വീട് നിൽക്കുന്ന സ്ഥലമാണ് ചോദിച്ചത് പറഞ്ഞത്. പക്ഷെ പറ്റില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടും പിന്നെ മന്ത്രി നമ്മളോട് പറഞ്ഞുകൊണ്ടും നമ്മളിങ്ങനെ അംഗീകരിക്കേണ്ടി വന്നു. 1 വർഷത്തിനുള്ളിൽ തന്നെ വീട് പണി പൂർത്തിയാക്കണമെന്നാണ് അല്ലേ? അങ്ങനെയാണ് അവർ പറഞ്ഞത്. എന്നിട്ട് മാറിയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ 1 വർഷത്തിനുള്ളിൽ ഈ വീട് പണി പൂർത്തിയാകുന്നത് വരെ ഇവിടെ തന്നെ ഇപ്പോഴുള്ള വീട്ടിൽ തന്നെ താമസിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്നലത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ 2 ദിവസത്തിനകം തന്നെ ആ ഒരു കരാർ ഉണ്ടാക്കും. അതായത് ഈ ഭൂ ഉടമകളും ഒപ്പം തന്നെ ഈ ഉന്നതിയിലുള്ള ആളുകളും കുടുംബങ്ങളും തമ്മിലുള്ള കരാർ ഉണ്ടാക്കുകയും 16-ാം തീയതിയാണ് ഹൈക്കോടതി വീണ്ടും പര്യത്തുകാവിലെ വിഷയം പരിഗണിക്കുന്നത്. അതിനുള്ളിൽ തന്നെ അത് പരിഹരിച്ചു എന്നുള്ളത് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുമാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമോ, ഈ പര്യത്തുകാവിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്നൊക്കെയുള്ള വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആശ്വാസമാണല്ലേ? ആശ്വാസം എന്താ, ഇറങ്ങണ്ട എന്നുള്ളത് തന്നെ അതൊരു സമാധാനം ഉണ്ടെന്ന് മാത്രം, അല്ലാണ്ട് വേറെ ആശ്വാസമൊന്നുമില്ല. ഞങ്ങള് ജനിച്ചു വളർന്ന മണ്ണല്ലേ, ഇത് പോണ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായി ജീവിക്കണം. പിന്നെ എല്ലാവരും കൂടി മക്കളൊക്കെ പറഞ്ഞപ്പോ പിന്നെ നമ്മൾ സമ്മതിക്കേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ അപ്പോൾ സമരസമിതി ഉണ്ടായിക്കൊണ്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു വിജയമായിട്ട് കൂടിയാണ് ഇതിനെ കാണുന്നത്. അതിന്റെ ഒരു ആഘോഷമൊക്കെ ഉണ്ടാകുമെന്ന് ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.